ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കിടിലനൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാനൊരു പാത്രവും നെയ്ച്ചോറിൻ്റെ അരി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകി മാറ്റി വെക്കുക. എന്നിട്ട് ഞാനതിലേക്ക് അരിയെടുത്ത പാത്രത്തിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് നെയ്ച്ചോറിൻ്റെ കണക്ക്. ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 പാത്രം വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമുക്ക് ആ ചോറിൻ്റെ പാകത്തിനുള്ള അളവിൽ ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അണ്ടി, മുന്തിരി, കറുകപ്പട്ട, ഏലക്കായ്, കുരുമുളക് അങ്ങനെയുള്ള എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്, കറിവേപ്പില, പിന്നെ നെയ്ച്ചോറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇല നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുക്കർ അടച്ച് മൂടി വേവിച്ചെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഹോസ്റ്റലിലും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഈ രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. എല്ലാം കൂടി ഒറ്റയടിക്കാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്ന പാടെ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം തന്നെ ചോറ് വെന്ത് കിട്ടും. വിസിൽ വന്ന് ഞാൻ ഒരിത്തിരി നേരം അടച്ച് മൂടി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആവിയെല്ലാം കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി മുല്ലപ്പൂ പോലെയുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.